ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറ്റ് എൻട്രി. ടോപ്പിക്കിൽ കയറുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. വീഡിയോ ഇച്ചിരി ലെങ്തി ആയിട്ട് തോന്നുവാണെങ്കിൽ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് കണ്ടു നോക്കൂ. 1.5 2x ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാവും. ഹായ്, മൈ നെയിം ഈസ് സൽവ ഹാരിസ് ആൻഡ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാവരും കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുമാത്രമല്ല, ചിലവർക്ക് ഈ ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് എന്താ പറയുക, പഴിചാരാൻ പറ്റിയിട്ടുള്ള ഒരു ആയുധമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ചിലവർക്ക് ഇതൊരു ഭയങ്കര ടൈം പാസ് ആയിട്ടുള്ള കാര്യമാണ്. മെയിൻലി നമ്മളുടെ അമ്മമാർക്കാണെങ്കിൽ 24 മണിക്കൂർ ഇവൻ ഇതിന്റെ മുകളിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു കാര്യം. ആൻഡ് അതർ ദാൻ ദാറ്റ്, നമ്മളൊരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു സംഭവമാണ്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് യെസ്, യു ഗസ്ഡ് ഇറ്റ് റൈറ്റ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. എന്താണ് ആക്ച്വലി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്? ഇപ്പം ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ കയറിയിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 8 years ആയി. ആൻഡ് എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റർ ആയിട്ടാണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനാണെങ്കിൽ കൂടി എനിക്കും തോട്ട് പോയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലേ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആണല്ലോ. കുറേ ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യാം, ഫേസ്ബുക്കിൽ നോക്കിയിരിക്കാം, അങ്ങനെ കുറേ സമയം കളയാന്നുള്ളതായിരുന്നു. ആൻഡ് ഇപ്പം എന്തെങ്കിലും ഒരു എന്താ പറയുക ലൈക്ക് ഒരു ഒക്കേഷന് പോയി കഴിഞ്ഞാലും നമ്മൾ ഇതിന്റെ മുകളിൽ തന്നെ, ഫോണിന്റെ മുകളിൽ തന്നെ ആയിരിക്കും. അപ്പൊ കാണുന്ന ആൾക്കാർ പറയും ഈ കുട്ടി 24 മണിക്കൂർ ഈ ഫോണിൽ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇതിന്റെ മുകളിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പറയും എന്റെ പൊന്നു മോളെ അതൊന്ന് മാറ്റി വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഉപയോഗപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. പക്ഷേ ശരിക്കും ഇന്ന് നമ്മളുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ എന്തോരം ആൾക്കാരാണല്ലേ ഈ ഒരു സോഷ്യൽ മീഡിയ മാത്രം യൂസ് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ. ആൻഡ് ഒരു ബ്രാൻഡ് നമ്മൾക്ക് ഇന്ന് എന്താ പറയുക, ഒരു ബ്രാൻഡിനെ മാറ്റി നിർത്താൻ പറ്റില്ല. എല്ലാ ബ്രാൻഡുകളും ഇന്ന് ഒരു ഓൺലൈൻ പ്രസൻസ് അവർ കീപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും ഓൺലൈനിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ പ്രസൻസ് അവിടെ കാണിക്കണം. പക്ഷേ ശരിക്കും ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഈ പറയുന്ന പോലെ ചുമ്മാ വെറുതെ പോസ്റ്റിംഗ് ആണോ? ഞാൻ ആക്ച്വലി എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു എന്താ ലൈക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തതിന് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് ചീത്ത കേട്ടിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ആ ടൈമിൽ നമ്മൾ ഭയങ്കര എന്താ പറയുക കാഷ്വൽ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ഫൈൻ ഇതെന്താണ് ഇത് ഭയങ്കര ഈസി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ഫേസ്ബുക്ക് ഉണ്ടാവും, ഇൻസ്റ്റഗ്രാം ഉണ്ടാവും, ലിങ്ക്ഡിൻ ഉണ്ടാവും, ട്വിറ്റർ ഉണ്ടാവും, ട്വിറ്റർ അല്ല എക്സ്, ഇതൊക്കെ ഉണ്ടാവും, യൂട്യൂബ് ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ ചുമ്മാ പോസ്റ്റ് ചെയ്താൽ മാത്രം മതിയല്ലോ എന്ന് വിചാരിക്കും. ആൻഡ് നമ്മൾ കുറച്ച് ആദ്യമൊക്കെ ഇത്തിരി ശ്രദ്ധിക്കും. പിന്നെ അതങ്ങനെ കുറച്ച് കോണ്ടന്റുകൾ നമ്മൾ എന്താ പറയുക, കോപ്പി റൈറ്റേഴ്സ് നമുക്ക് കോണ്ടന്റ് എഴുതാനുണ്ടാവും. പിന്നെ അതിനനുസരിച്ചിട്ട് അത് ഡിസൈൻ ചെയ്ത് കിട്ടും, നമ്മളത് അപ്രൂവൽ മേടിക്കും, നമ്മൾ പോസ്റ്റ് ചെയ്യും. പക്ഷേ ഇതല്ല ശരിക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം അതിനും ആക്ച്വലി ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആൻഡ് ടുഡേ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഏതൊരു ബ്രാൻഡിനും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബിഗിനിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ ബിഗിനർ ലെവലിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റാർട്ട് കിട്ടും. ആൻഡ് അത് നിങ്ങളുടെ കരിയറിന് നല്ല രീതിയിൽ തന്നെ എന്താ പറയുക നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനും, അതേപോലെ നിങ്ങളുടെ ഗോൾസ് എല്ലാം സെറ്റായിട്ട് നല്ലൊരു കിടിലൻ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൈൻ an objective അല്ലെങ്കിൽ ഡിഫൈൻ എ ഗോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ചുമ്മാ പോസ്റ്റിംഗ് മാത്രമല്ല. ആൻഡ് സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ ഇപ്പം നമുക്ക് പോസ്റ്റേഴ്സ് നോക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ലൈക്സ് കിട്ടുന്നുണ്ടോ, എൻഗേജ്മെന്റ്സ് കിട്ടുന്നുണ്ടോ, അതായത് കമന്റ്സ്, സേവ്, ഷെയർ, ഇത് മാത്രമല്ല. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം അവിടെ നമ്മൾക്ക് ഡിഫറെൻറ്റ് ഗോൾസ് ആണ്. ഓരോ ബ്രാൻഡിനും ഓരോ കസ്റ്റമറിന് എടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിന് എടുത്ത് നോക്കുമ്പോഴും അവർക്ക് ഡിഫറെൻറ്റ് ഗോൾസ് ആയിരിക്കും ഉണ്ടാവുക. ചിലവർക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലവർക്ക് അത് ത്രൂ സെയിൽസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ലീഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലവർക്ക് അവിടെ എന്താണ് കസ്റ്റമറുമായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്ത് ആ ഒരു എൻഗേജ്മെന്റ് ബിൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം കറക്റ്റായിട്ട് ആ ഗോൾ എന്താണെന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഡിഫൈൻ യുവർ ഗോൾ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾക്ക് സ്മാർട്ട് ഗോൾസ് യൂസ് ചെയ്തിട്ട്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള, മെഷറബിൾ ആയിട്ടുള്ള, അറ്റൈനബിൾ ആയിട്ടുള്ള, റെലവെന്റ് ആയിട്ടുള്ള
ആയിട്ടുള്ള ടൈംലി ആയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചുമ്മാ ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണോ, അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ, അത് റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണോ എന്നുള്ള കാര്യം വ്യക്തമാക്കണം എന്നുള്ളതും നിർബന്ധമായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. സോ ആ ഗോൾ ഇല്ലാണ്ട് നമ്മൾക്ക് എന്താണ് ഒരു കാര്യവും നമ്മൾക്ക് എൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ സ്റ്റെപ്പ് 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിനെ കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റഡ് ഓഡിയൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഓഡിയൻസിനെ ആദ്യം മനസ്സിലാക്കി കറക്റ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അത് ടാർഗറ്റഡ് ഓഡിയൻസ് ആയിട്ട് മാറുന്നത് തന്നെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലെൻസ് കാർട്ടിന്റെ കേസ് എടുക്കാമെന്ന് വിചാരിച്ചോ. ലെൻസ് കാർട്ട് എന്ന പ്രോഡക്റ്റ് എന്തെല്ലാം ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്സ് അവിടെ വിൽക്കുന്നുണ്ട്. നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സൺ ഗ്ലാസസ് ഗ്ലാസസ്, ഐവെയർ ഗ്ലാസസ് ആണ് അവർ കൊടുക്കുന്നത്. പക്ഷെ അവിടെ ലെൻസസ് ഉണ്ട്, ഫ്രെയിംസ് ഉണ്ട്, പിന്നെന്താണ് അതല്ലാണ്ട് വേറെ കുറച്ച് ആക്സസറീസ് ഉണ്ട്. ആൻഡ് ഈ ഗ്ലാസസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ തന്നെ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, ലൈക്ക് നമ്മൾ കിഡ്സിന് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഷെയ്ഡ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അതുണ്ട്, കണ്ണിന് പ്രശ്നമുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പൊ അവിടെ നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ലെൻസ് കാർട്ടിന് വേണ്ടി ചെയ്യുമ്പോൾ എല്ലാം ഒരേ രീതിയിൽ ഐവെയർ ഗ്ലാസസിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് സെല് ചെയ്യണം, അത് മാർക്കറ്റ് ചെയ്യണം എന്ന് മാത്രം വിചാരിച്ചിട്ട് ഒരേ രീതിയിലുള്ള കോണ്ടന്റ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, അവിടെ കമ്മ്യൂണിക്കേഷൻ മാറിപ്പോവും. അപ്പൊ കറക്റ്റ് ആയിട്ട് എൻ്റെ ഓഡിയൻസിനെ എനിക്ക് കാറ്റഗറൈസ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് ബേസിക്കലി നമ്മളൊരു കസ്റ്റമർ പേഴ്സോണ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അതായത് ഇപ്പം യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സിന് എന്താണ് ആവശ്യം, അവർക്ക് ഭയങ്കര ഫാഷനബിൾ ആയിട്ട് 4 ആൾക്കാർ കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ച് ഗമ്മൊക്കെ കാണിക്കുന്ന രീതിയിൽ, അവരുടെ ഔട്ട്ഫിറ്റ് എല്ലാ ഔട്ട്ഫിറ്റിനും നല്ല രീതിയിൽ മാച്ച് ആയി പോകുന്ന രീതിയിൽ ഫാഷനബിൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഷെയ്ഡ്സ് വേണം എന്നുള്ളതായിരിക്കും. അവിടെ ചിലപ്പം ചില ആൾക്കാർ മണി കോൺഷ്യസ് ആയിട്ടുണ്ടാവില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഫ്രെയിം ചെയ്യേണ്ട കോണ്ടന്റ് എങ്ങനെയായിരിക്കണം, അത് ഡിഫറെൻ്റ് ആണ്. ആൻഡ് അതേപോലെ ഇപ്പോൾ നമ്മൾ കുറച്ച് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എടുക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു വർക്കിംഗ് പ്രൊഫഷണൽസിന് എടുക്കുവാണ്, അവർക്ക് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പം അതെന്താണ്, ലൈക്ക് അവർ സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കണ്ണിന് സ്ട്രെയിൻ കിട്ടാണ്ട് വേണ്ടിയിട്ട് ഉള്ള ആൻറ്റി ഗ്ലെയർ ഒക്കെ ഉള്ള എന്താ പറയുക പ്രോഡക്ട്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം യൂസ് ചെയ്യണം എന്നായിരിക്കും. അപ്പം അതിന് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേറെ രീതിയിലായിരിക്കും അത് പോകേണ്ടത്. ഇനിയിപ്പോൾ പേരൻസിന്റെ കേസ് നമുക്ക് എടുക്കാം, അതായത് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് മേടിക്കുന്നത് ആരായിരിക്കും, പർച്ചേസ് ചെയ്യുന്നത് പേരൻസ് ആയിരിക്കും. സോ ഒബ്വിയസ്ലി അവിടെ നമ്മൾ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാ, നമ്മളുടെ പേരൻസ് ആണ്. അപ്പോൾ പേരൻസിനെ നമ്മൾ എങ്ങനെ ടാർഗറ്റ് ചെയ്യും? അപ്പോൾ ആ പേരൻസിന്റെ ഇൻകം എന്താണ്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവർ ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ അവർ ഷോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, അവരുടെ ബിഹേവിയർ എന്താണ്, അവരുടെ ജോഗ്രഫി എന്താണ്, അവരുടെ പ്രൊഫഷൻ എന്താണ്, അവരുടെ പെയിൻ പോയിന്റ്സ് എന്താ, അവരുടെ റിക്വയർമെന്റ്സ് എന്താ, ഇതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പക്ക കറക്റ്റ് ആയിട്ട് എന്താ ആ ഒരു നീഷിലോട്ടേക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ബേസിക്കലി പൊസിഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ കറക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആൻഡ് ബൈ ദ ബൈ, ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ചീറ്റ് ഷീറ്റ് ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടുന്ന് തുടങ്ങണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും. സോ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക. ആൻഡ് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് അത് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ നമ്മൾ അടുത്ത പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഗോൾ ഡിഫൈൻ ചെയ്തു, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കി. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് സോഷ്യൽ ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു ബ്രാൻഡിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ ബ്രാൻഡിന് അടുത്ത സ്റ്റേജിൽ തന്നെ നിങ്ങളുടെ ക്ലയന്റിന് പറയല്ല ചെയ്യേണ്ടത്, നമുക്ക് അടുത്ത ദിവസം തൊട്ട് തന്നെ നമ്മൾക്ക് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അത് നല്ലൊരു പ്രാക്ടീസ് അല്ല. കാരണം എന്താ വെച്ചാൽ കറന്റ്ലി ആ ഒരു ബ്രാൻഡിൽ എന്തെങ്കിലും കോണ്ടന്റുകൾ പോകുന്നുണ്ടെങ്കിൽ, അതായത് ഏതെല്ലാം പ്ലാറ്റ്ഫോംസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്, ആ പ്ലാറ്റ്ഫോംസിൽ അവർ എന്തെല്ലാം ടൈപ്പ് ഓഫ് കോണ്ടന്റ് പോകുന്നുണ്ട്, അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് അവർ കോണ്ടന്റ് പോകുന്നുണ്ടോ, ഓരോ പോസ്റ്റിനും ഇപ്പം അത് പോസ്റ്റ് ആയിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, വാട്ട് എവർ എന്തും ആയിക്കോട്ടെ, എന്ത് ഫോർമാറ്റ് ഓഫ് കോണ്ടന്റും ആയിക്കോട്ടെ, അതിന് എങ്ങനെയാണ് എൻഗേജ്മെന്റ് കിട്ടുന്നത്, എങ്ങനെയാണ് എന്താ പറയുക ലൈക്ക് കിട്ടുന്നുണ്ടോ, ഷെയർ കിട്ടുന്നുണ്ടോ, അതിന് കമന്റ്സ് വരുന്നുണ്ടോ, ഈ കാര്യങ്ങൾ നമുക്ക് ഓഡിറ്റ് ചെയ്യണം നല്ല രീതിയിൽ തന്നെ. ആൻഡ് അവർ ഇപ്പം കറന്റ്ലി ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചർ, കോണ്ടന്റിന്റെ സ്ട്രക്ചർ എന്താണ്, അതേപോലെ തന്നെയാണ് കോമ്പറ്റീറ്റേഴ്സിനെ ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് ഏത് ടൈപ്പ് ഓഫ് കോണ്ടന്റുകളാണ് പോകുന്നത്, അതിൽ തന്നെ എന്താണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്, ആൻഡ് അതിൽ അവരുടെ USP. ആൻഡ് മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മൾ എന്ത് സെല് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു USP വേണം, ദാറ്റ് ഈസ് യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ എന്താണോ കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ
കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് ആക്ച്വലി നമ്മുടെ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുന്നത്. സോ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന കോണ്ടന്റിൽ അതിനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ നിങ്ങൾ ഈ കോമ്പറ്റീറ്റർ സ്റ്റഡി നടത്തുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മാർക്കറ്റിലുള്ള ഗ്യാപ്പ് മനസ്സിലാവും. ഇപ്പം നമ്മളുടെ സുഡിയോയുടെ കേസ് എടുക്കുവാണെങ്കിൽ, സുഡിയോ എന്താണ്, സുഡിയോ അറിയാത്ത ആൾക്കാരുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. മുക്കിലും മൂലയിലൊക്കെ നമുക്കിപ്പോൾ സുഡിയോയുടെ ഷോറൂം കാണാൻ വേണ്ടി പറ്റും. അവർ ആക്ച്വലി എന്താ ചെയ്തത്, ഫാഷനബിൾ ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ക്ലോത്ത്സ് അഫോർഡബിൾ പ്രൈസസിന് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ വിൽക്കുന്നു. ആൻഡ് അതിന് അവർക്ക് കൂടുതൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗിന്റെ ആവശ്യം അവർക്ക് കൂടുതൽ വന്നിട്ടില്ല. കാരണം എന്താണ്, അവർ മൗത്ത് പബ്ലിസിറ്റിയാണ് കൂടുതലും. ആൾക്കാരുടെ ഇപ്പം വേറെ ബ്രാൻഡ്സ് എടുത്ത് നോക്കിയപ്പോൾ വെസ്റ്റ് സൈഡ് അതിന് മുമ്പ് വന്നു. വെസ്റ്റ് സൈഡ് ഈ പറഞ്ഞ പോലെ ഫാഷനബിൾ ക്ലോത്ത്സ് മാറുന്ന ട്രെൻഡിനനുസരിച്ചുള്ള പുതിയ പുതിയ ഫാഷൻസ് അവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് യങ്സ്റ്റേഴ്സിന് ഇപ്പം കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്കത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് തോന്നും. പക്ഷെ അവിടെ ഒരു മാർക്കറ്റ് ഗ്യാപ്പ് ഉണ്ട്, ആൾക്കാർ മേടിക്കാനുണ്ട്. പക്ഷെ അത് അഫോർഡബിൾ പ്രൈസിലായിരിക്കണം എന്നുള്ളത് സുഡിയോ മനസ്സിലാക്കിയിട്ട് അവർക്ക് അത് നല്ല രീതിയിൽ തന്നെ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റി. സോ അതേപോലെ കോമ്പറ്റേറ്റീവ് സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഗ്യാപ്പ് മനസ്സിലാവും. ആ ഗ്യാപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ USPയും കൂടി മാച്ച് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് കറക്റ്റായിട്ട് എങ്ങനെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കോണ്ടന്റുകൾ ഫ്രെയിം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്കൊരു ഐഡിയ ഉണ്ടാവും. സോ അതാണ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്തെന്ന് വെച്ചാൽ ഇതെല്ലാം സെറ്റായി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്, നമ്മൾക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ, അത് നമ്മൾക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണമല്ലോ. അപ്പോൾ അതിപ്പോൾ നമുക്ക് ആലോചിക്കണം, നമ്മളിപ്പോൾ ഇത് മാനുവലി പോസ്റ്റ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ടൂൾസ് യൂസ് ചെയ്തിട്ടാണോ പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. സോ ഇത് നമ്മൾ ലാസ്റ്റ് മൊമെന്റിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്തല്ല നമ്മൾ ടൂള് പോയി തപ്പേണ്ടത്. അതിന് മുമ്പേ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം മാർക്കറ്റിൽ എന്തെല്ലാം ടൂൾസ് അവൈലബിൾ ആണ്, പെയ്ഡ് ആണോ ഫ്രീ ആണോ, ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വരെ ഈ ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൻ്റെ ബെനിഫിറ്റ്സ് എനിക്ക് എന്തൊക്കെയാണ്, എനിക്ക് അവിടെ എൻഗേജ്മെന്റ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. ആൻഡ് ഫൈനലി നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ കലണ്ടർ. ഇത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാം കേട്ട് പരിചയമുള്ള ഒരു വേർഡായിരിക്കും അല്ലെങ്കിൽ ഒരു കാര്യമായിരിക്കും സോഷ്യൽ മീഡിയ കലണ്ടർ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ബേസിക്കലി ഞാൻ ചെയ്യുന്നത് നമ്മളുടെ സ്പ്രെഡ്ഷീറ്റിലായിരിക്കും. ബിക്കോസ് ആ സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ ടീമിൽ ഒരുപാട് പേർക്ക് അതെന്താണ് ആക്സസിബിൾ ആയിരിക്കും. പക്ഷെ അതല്ലാണ്ട് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കലണ്ടർ യൂസ് ചെയ്യാൻ വേറെ ഒരുപാട് ടൂൾസ് എന്ന് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്, അത് വെച്ചിട്ടും യൂസ് ചെയ്യാം. ബേസിക്കലി കലണ്ടർ പ്രിപ്പയർ ചെയ്യുന്നതിന് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കോണ്ടന്റുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണമെങ്കിൽ നമ്മളുടെ കയ്യിലൊരു പ്ലാൻ ഉണ്ടായിട്ടുണ്ടാവണം. അപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ കലണ്ടറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു മാസത്തെ എടുക്കുകയാണെങ്കിൽ ആ മാസത്തിൽ പോകേണ്ട കോണ്ടന്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഏതൊക്കെ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ പോകുന്നുണ്ട്, ഏത് ഫോർമാറ്റിൽ നമ്മൾ പോകുന്നുണ്ട്, എന്ത് കോൺസെപ്റ്റിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ കോപ്പി റൈറ്ററിന് അല്ലെങ്കിൽ കോണ്ടന്റ് റൈറ്ററിന് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ കോൺസെപ്റ്റിനനുസരിച്ചിട്ട് അതിൽ തന്നെ കോണ്ടന്റ് ഫില്ല് ചെയ്തിട്ട് പോവാം. അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത്, ഏത് ടൈമിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ആ ടൈം ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്താണ്, അടുത്ത മാസം നമ്മൾക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം ഈ ടൈം വർക്ക് ആവുന്നുണ്ടോ വർക്ക് ആവുന്നില്ല എന്നുള്ളത്. സോ അവരുടെ ഒരു അനലിറ്റിക്സ് നമ്മൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ ബേസിക്കലി ഒരു ഫ്യൂച്ചർ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ കലണ്ടറിന്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കോണ്ടന്റ്സ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്ലാറ്റ്ഫോംസിൽ പോകാൻ വേണ്ടി പറ്റും. സോ ഇതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് ഒരു ബ്രാൻഡിന് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അല്ലാണ്ട് ചുമ്മാ ഒരു കോണ്ടന്റ് നമ്മൾ ChatGPT പോയിട്ട് അടിച്ചു നോക്കിയിട്ട് അവിടുന്ന് ഒരു കോണ്ടന്റ് കിട്ടും, അത് അങ്ങനെ എടുക്കും, അത് ഡിസൈനറിന് കൊടുത്ത് ഡിസൈൻ ചെയ്യിപ്പിക്കുകയല്ല വേണ്ടത്. അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവണം. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കറക്റ്റായിട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾക്കത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പോസ്റ്റ് ഇട്ട് തുടങ്ങാനായിട്ട് പറ്റും. അത് നിങ്ങൾ മെയിൻലി നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും. അപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ചുമ്മാ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇപ്പം നമ്മൾ ഇവിടെ എടുക്കുവാണെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ പുറമെ പോകുമ്പോൾ GCCയിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ മെറ്റാ പ്ലാറ്റ്ഫോംസിനേക്കാളും സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് ഒക്കെ ഭയങ്കര റെലവെൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ്. സോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഈസ് നോട്ട് ഓൺലി അബൌട്ട് ജസ്റ്റ് പോസ്റ്റിംഗ് ഇറ്റ്,
പക്ഷേ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിനെ മനസ്സിലാക്കി ഗോൾ സെറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള പ്ലാറ്റ്ഫോംസ് എല്ലാം ആ പ്ലാറ്റ്ഫോംസിൻ്റെ ബിഹേവിയർ അടക്കം നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ പ്ലാറ്റ്ഫോംസിനും ആവശ്യം എന്താ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. സോ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുള്ളവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യുക. ആൻഡ് ഇതേപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോയിൽ കാണാം.